ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ അടിസ്ഥാന ശാസ്ത്രം 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവർത്തനം 1 എ ആണ്. മൂവാണ്ടൻ മാവിന്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള നീലം മാവിന്റെ കമ്പ് ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം മാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ നല്ല വേരോടുകൂടിയ മാവിന്റെ ചെടിയിലാണ് നല്ല കായ്ഫലമുള്ള നീലം മാവിന്റെ കൊമ്പ് ഒട്ടിച്ചു ചേർക്കുന്നത്. എന്നിട്ട് മികച്ച ഇനം മാവിൻ തൈ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇത് വേഗത്തിൽ കായ്ക്കുകയും അതുപോലെ തന്നെ കമ്പ് നട്ടാൽ മുളക്കാത്ത സസ്യങ്ങളുടെ കമ്പിൽ നിന്നു പോലും സസ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. എന്തൊക്കെയാണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പ് നട്ടാൽ മുളക്കാത്ത സസ്യങ്ങളുടെ കമ്പിൽ നിന്നും സസ്യങ്ങൾ ഉണ്ടാക്കാനും ഇത് സഹായിക്കും. ഇനി ബി ചോദ്യം, വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈച്ചെടി നട്ടിട്ടും കർഷകന് മികച്ച വിളവ് ലഭിച്ചില്ല. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം നമുക്ക്? നല്ല വളപ്രയോഗം നടത്താം അല്ലേ? നല്ല വളപ്രയോഗം, കീട നിയന്ത്രണം, കള നിയന്ത്രണം, ഇത് ഏതെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ കർഷകന് നല്ല മികച്ച വിളവ് കിട്ടും. വളപ്രയോഗം, കീടനിയന്ത്രണം, കള നിയന്ത്രണം. ഇനി ഇതിലെ സി നോക്കൂ. ചിത്രത്തിൽ കാണുന്ന 2 പയർച്ചെടികളുടെയും ഗുണങ്ങളോട് കൂടിയ പുതിയ ഇനം പയർച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏതു മാർഗം സ്വീകരിക്കണം? മുകുളമൊട്ടിക്കൽ, സ്വപരാഗണം, പരപരാഗണം, കൃത്രിമ പരാഗണം. ഏതാ ചെയ്യേണ്ടത്? നല്ല പയർച്ചെടിയുടെ ഗുണങ്ങളോട് കൂടിയ പുതിയ ഇനം പയർച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ കൃത്രിമ പരാഗണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് കൃത്രിമ പരാഗണം. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് ചെമ്പ് പാത്രത്തിലാണ്. ഒരു കുട്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ മറ്റൊരുത്തൻ പറയാണ് എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് മൺഭരണിയിലാണെന്ന് പറയാണ്. ഇതിലെ ചോദ്യം, ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട്? ആരുടെയാണ്? രണ്ടാമത്തെ കുട്ടിയുടെ അല്ലേ. കാരണം എന്താണ്? പുളി എന്ന് പറയുന്നത് നമുക്കറിയാം ആസിഡാണ്. ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ച് നാശനത്തിന് വിധേയമാകും. അതുമാത്രമല്ല ഭക്ഷ്യവസ്തു കേടാവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത് പറയുന്ന കുട്ടിയുടെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബി, ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ താഴെ കൊടുക്കുന്നു. അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു, മരുന്നുകളിൽ ഉപയോഗിക്കുന്നു, രാസവളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ ആസിഡ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ ഇതിൽ ആസിഡ് ആയിട്ട് വരുന്നത്? ആസിഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി അടുത്തതായിട്ട് എന്ത് കൊടുക്കാം നമുക്ക്? ബേസ് അല്ലെ. എ എന്ന് പറയുന്നത് നമുക്ക് ബേസ് ആണെന്ന് പറയാം. അതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതുപോലെ നമുക്ക് എഴുതാം മരുന്നുകളിൽ ഉപയോഗിക്കുന്നു, ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും കൂടെ അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ആസിഡും ബേസും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത് തന്നിട്ടുള്ളത്. ഇതിൽ സി ചോദ്യം, സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഏത്? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഉപയോഗിക്കുന്നു. സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് സോപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത്? ഇത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 1ഉം 2ഉം ശരി, രണ്ടാമത്തത് 1ഉം 3ഉം ശരി, മൂന്നാമത്തത് 2ഉം 3ഉം ശരി, നാലാമത്തത് 3ഉം 4ഉം ശരി. ഇതിൽ ശരിയായിട്ടുള്ളത് നാലാമത്തേതാണ്, 3ഉം 4ഉം ശരി എന്നുള്ളതാണ്. സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി മൂന്നാമത്തെ നോക്കൂ. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ഉപയോഗിച്ച ചില വളങ്ങളുടെ പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രസ്താവനകളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കൂട്ടുകാരെ? കൂടുതൽ അളവിൽ വേണ്ടിവരും, അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, മണ്ണിന് ദോഷകരമല്ല, ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ കഴിയും, കുറഞ്ഞ അളവിൽ മതി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്.
ഇതിൽ ജൈവവളങ്ങളും മറ്റൊന്നെന്താണ് രാസവളങ്ങളും അല്ലെ. അപ്പൊ ജൈവവളങ്ങൾ എന്ന് അവിടെ തന്നിട്ടുണ്ട്, അവിടെ എ എന്നുള്ളിടത്ത് രാസവളങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി കൂടുതൽ അളവിൽ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പോയിന്റ് എന്താണ്, മണ്ണിന് ദോഷകരമല്ല എന്നുള്ളതാണ് ജൈവവളത്തിന്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. മണ്ണിന് ദോഷകരമല്ല. ഇനി രാസവളങ്ങളിൽ അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. പിന്നെ എന്തൊക്കെ എഴുതാം, ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ കഴിയും, കുറഞ്ഞ അളവിൽ മതി. ഇത് രണ്ടും കൂടെ അവിടെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ബി ചോദ്യമാണ്. കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക കീട നിയന്ത്രണം. ഇതുകൂടാതെ കർഷകർ സാധാരണ സ്വീകരിക്കുന്ന മറ്റു 2 കീട നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ജൈവ നിയന്ത്രണം അല്ലെ, ജൈവ നിയന്ത്രണം, അതുപോലെ തന്നെ കീടനാശിനികൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജൈവ നിയന്ത്രണം എന്നും കീടനാശിനികൾ എന്നും എഴുതാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സി ആണ്, പദജോഡികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ പൂരിപ്പിക്കുക. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. പുഷ്പകൃഷിയെ നമ്മൾ എന്താ പറയുന്നത്, ഫ്ലോറികൾച്ചർ എന്നാണ് പറയുക, ഫ്ലോറികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ്. അപ്പൊ മുയൽ വളർത്തലിനെ ക്യൂണികൾച്ചർ എന്നും പുഷ്പകൃഷിയെ നമ്മൾ ഫ്ലോറികൾച്ചർ എന്നും തേനീച്ച വളർത്തലിനെ എപ്പികൾച്ചർ എന്നും പറയുന്നു. ഇനി പ്രവർത്തനം 4, ടോർച്ച് സെൽ, ഇൻസുലേറ്റഡ് ചെമ്പുകമ്പി, LED മൊഡ്യൂൾ എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് നിർമ്മിക്കുന്നു. ചെമ്പുകമ്പിക്ക് നീളം കുറവാണ്. സർക്യൂട്ട് പൂർത്തിയാക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ വസ്തുക്കൾ പ്രയോജനപ്പെടുത്തും? ഇവിടെ തന്നിട്ടുള്ളത് മൊട്ടുസൂചി, നാണയം, മരക്കഷ്ണം, നനഞ്ഞ കടലാസ്, പെൻസിൽ ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് വള. ഇതിൽ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് മൊട്ടുസൂചി, നാണയം, നനഞ്ഞ കടലാസ്, പെൻസിൽ ഗ്രാഫൈറ്റ് എന്നിവ ഉപയോഗിക്കാം. കാരണം എന്താണ്? ഇതൊക്കെ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇനി ബി നോക്കൂ, ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരു അടഞ്ഞ സർക്യൂട്ടിന്റെ ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രമാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഇതിൽ സി, വൈദ്യുതി ലൈനുകളായി സാധാരണ ഉപയോഗിക്കുന്ന ലോഹം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് എഴുതുക. അലുമിനിയം, ഇരുമ്പ്, ചെമ്പ്, സ്റ്റീല്. ഏതാണ് ആൻസർ? അലുമിനിയം ആണ് അല്ലെ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് അലുമിനിയം ആണ് നമ്മൾ ലൈനു കമ്പികളായിട്ട് സാധാരണ ഉപയോഗിക്കാറ്. കാരണം അത് എക്സ്പെൻസ് കുറവാണ്. ഇനി പ്രവർത്തനം 5ലേക്ക് കടക്കാം. കായിക പ്രജനനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തീകരിക്കുക. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? കുറേ മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും? ഇവിടെ എ എന്ന് പറയുന്നത് വേര് അഥവാ കറിവേപ്പിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കായിക പ്രജനനം കറിവേപ്പ് വേര് വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് വേര് എഴുതാം. ഇനി കാണ്ഡത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം അല്ലെ. മരച്ചീനി എന്ന് എഴുതി കൊടുക്കാം. മരച്ചീനി നമ്മൾ കൊമ്പ് കുത്തിയാണ് ഉണ്ടാക്കാറ്. ഇനി അടുത്തത് ഇലമുളച്ചിയോ? ഇലമുളച്ചി ഇലയാണ് അതിന്റെ പ്രജനന വസ്തു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇല എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ചേമ്പാണ്. ചേമ്പ് നമ്മൾ എന്താണ്? ഭൂകാണ്ഡമാണ് അല്ലെ. അപ്പൊ അവിടെ ഭൂകാണ്ഡം എന്നും എഴുതി കൊടുക്കുക. അപ്പൊ എ വേര്, ബി മരച്ചീനി, സി ഇല, ഡി ഭൂകാണ്ഡം. ഇനി ഇതിലെ ബി ചോദ്യം, ചുവന്ന ചെമ്പരത്തിയിൽ വിവിധ നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ ഉണ്ടാകാൻ പലതരം ചെമ്പരത്തി ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്തു. ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ ക്രമമായി എഴുതുക. ആദ്യഘട്ടം ചുവടെ ചേർക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യഘട്ടം തന്നിട്ടുണ്ട്. വിവിധ നിറങ്ങളിലുള്ള ചെമ്പരത്തികളുടെ മുകുളങ്ങൾ തൊലിയോടുകൂടി ചെത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനി ചുവന്ന ചെമ്പരത്തിയിലെ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളിലെ പുറംതൊലി ചെത്തി മാറ്റുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗങ്ങളിൽ മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അതിനുശേഷം മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിലെ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇനി ഇതിലെ സി, വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ വികസിപ്പിച്ചെടുക്കുന്ന കാർഷിക വിളകളും ചുവടെ കൊടുത്തിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുന്ന ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം എന്ന് തന്നിട്ടുണ്ട്, CTCRY. ഇനി കാർഷിക വിള എന്ന് പറയുന്നത് അവിടെ കിഴങ്ങു വർഗ്ഗങ്ങളാണ്. ഇനി തെങ്ങ് കവുങ്ങ് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്, CPCRI എന്നുള്ളതാണ്. ഓക്കെ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 6 ആണ് നോക്കാനുള്ളത്. നാരങ്ങാനീര്, വിനാഗിരി, പുളിവെള്ളം എന്നീ ലായനികളിൽ പതിമുഖ വെള്ളം ഒഴിച്ചപ്പോൾ മഞ്ഞ നിറമായി.
ഇത്തരം ലായനികളുടെ ഏതെങ്കിലും 2 പൊതു സ്വഭാവങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ് സംഭവം? അവിടെ ആസിഡ് ആണല്ലേ. അപ്പോൾ ആസിഡിന്റെ 2 സ്വഭാവ ഗുണങ്ങളാണ് എഴുതേണ്ടത്. ഒന്ന് പുളിരുചിയുണ്ട്, രണ്ടാമത്തേത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഓക്കെ, പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഇനി ഇതിലെ ബി ചോദ്യം, നാം കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണ പദാർത്ഥം, ആസിഡ് എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണ പദാർത്ഥം നമുക്ക് എന്തൊക്കെ ചേർക്കാം? ഒന്നാമത്തേത് ടാർട്ടാറിക് ആസിഡ് ഉള്ളതാണ്. അത് ഏതായിരുന്നു? വാളംപുളിയാണ്, വാളംപുളി. ഇനി തക്കാളിയുടെ ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്, ഓക്സാലിക് ആസിഡ്. ഇനി അസ്കോർബിക് ആസിഡ് ഉള്ളത് നെല്ലിക്കയാണ്, നെല്ലിക്കയിലാണ് അസ്കോർബിക് ആസിഡ് ഉള്ളത്. ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എ എന്ന് പറയുന്നത് വാളംപുളി, ബി എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ്, സി എന്ന് പറയുന്നത് നെല്ലിക്ക, ഡി എന്ന് പറയുന്നത് മാലിക് ആസിഡ്. ഓക്കെ, ഇനി വീര്യം കുറഞ്ഞ ആസിഡ് ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 4 മുൻകരുതലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം? ഒന്ന്, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. അതുപോലെ തന്നെ കൈകൊണ്ട് തൊടരുത്, മണത്തു നോക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ രുചിച്ചു നോക്കരുത്. ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം, കൈകൊണ്ട് തൊടരുത്, മണത്തു നോക്കാൻ പാടില്ല, രുചിച്ചു നോക്കരുത്. ഇനി പ്രവർത്തനം 7 നോക്കാം. ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഇവിടെ ചില ഉപകരണങ്ങളാണ് തന്നിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ഉപയോഗങ്ങൾ അനുയോജ്യമായ ഉപകരണങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. ഒന്നാമത്തേത് ഇലക്ട്രിക് വയറിന്റെ ഇൻസുലേഷൻ കളയുന്നതിന് ഏതാണ്? നമ്മൾ ഉപയോഗിക്കാറുള്ളത് സ്ട്രിപ്പർ ആണല്ലേ. അപ്പോൾ ഡി ആണ്, ഡി എന്നുള്ള ചിത്രമാണ് ഇവിടെ ക്ലിയർ അല്ല, ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി വൈദ്യുത പ്രവാഹം പരിശോധിക്കുന്നതിന് നമ്മൾ ടെസ്റ്റർ ആണ് ഉപയോഗിക്കാറ്, അഥവാ എ ചിത്രത്തിലുള്ളതാണ്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്, അതിന്റെ കാരണം എന്തെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അത് ഇൻസുലേറ്ററുകൾ കൊണ്ടാണ് അല്ലെ. കാരണം എന്താണ്? വൈദ്യുതി കടത്തിവിടില്ല, അതുകൊണ്ട് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം വൈദ്യുതി കടത്തിവിടാത്തത് കൊണ്ട്. സി, ഇത്തരം വസ്തുക്കൾക്ക് മറ്റു 2 ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് തടി അല്ലെ. തടി എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടില്ല. അതുപോലെ തന്നെ റബ്ബറും ഇത്തരത്തിൽ ഉള്ളതാണ്. ഇനി 8ാമത്തെ ചോദ്യം, ശാസ്ത്ര കിറ്റിലുള്ള ചില സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പക്കാരം, ടെസ്റ്റ് ട്യൂബ്, മഗ്നീഷ്യം റിബൺ, വിനാഗിരി, ചുണ്ണാമ്പ് വെള്ളം, തീപ്പെട്ടി. ഇത്രയുമാണ് തന്നിട്ടുള്ളത് കേട്ടോ. എ ചോദ്യം, അനുയോജ്യമായവ പ്രയോജനപ്പെടുത്തി ചുവടെ നൽകിയ ലക്ഷ്യത്തിലെത്താൻ ഒരു കുട്ടി പരീക്ഷണം ചെയ്തു. പരീക്ഷണ കുറിപ്പ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലക്ഷ്യം തന്നിട്ടുണ്ട്, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് തിരിച്ചറിയുന്നതിന്. ഇനി ഇതിൽ സാമഗ്രികൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? ടെസ്റ്റ് ട്യൂബ്, വിനാഗിരി, മഗ്നീഷ്യം, തീപ്പെട്ടി. ഓക്കെ, ടെസ്റ്റ് ട്യൂബ്, വിനാഗിരി, മഗ്നീഷ്യം, തീപ്പെട്ടി, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. പരീക്ഷണക്രമം: ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി എടുക്കുക, അതിലേക്ക് മഗ്നീഷ്യം റിബണിന്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കുക. ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിച്ച് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുക. ഇവിടെ നിരീക്ഷണം എന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം ശബ്ദത്തോടെ കത്തുന്നു എന്നുള്ളതാണ്. നിഗമനം എന്ന് പറയുന്നത് ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകമാണ് ശബ്ദത്തോടു കൂടി കത്തുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ആസിഡുകളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതാനാണ്. ഒന്ന്, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ പറയാം, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.